ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് ഇന്ദുജ. അപ്പോൾ ഇത് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഗോഡസ് യാത്ര തുടരുകയാണ്. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് ഇന്ദുജ. സോ നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിൻ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 5-ലാണ് ഇതാ കിടക്കുന്നത്, ടച്ച് കാണിച്ചേക്കുന്നത്. അങ്ങനെ ഗോഡസ് നമ്മുടെ വെയിറ്റിംഗ് ഹാളിലെത്തി. ജസ്റ്റ് ഒന്ന് തലമുടിയൊക്കെ ചീവട്ടെ. എന്നെ കൊണ്ടാക്കിയ അതേ ലുക്കിൽ തന്നെയാണ് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ട്രാവൽ വ്ളോഗിലേക്ക്, ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗിലേക്ക് ഞാൻ സ്വാഗതം പറയുന്നു. നമുക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി വിശേഷം പറയാം. ഡേറ്റ് അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ഫസ്റ്റ് ട്രിപ്പിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം 5-ലാണ്. എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് ഡിയേഴ്സ്? അതിന് മുന്നേ നമുക്ക് വെള്ളം ഒന്ന് മേടിക്കണം. പോകുന്ന വഴി നമുക്ക് വെള്ളം ഒന്ന് മേടിക്കണം. വെള്ളം മേടിച്ചിട്ട് പോവാം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. വെള്ളമുണ്ടോ? ഒരു ബോട്ടിലിന് എത്രയാണ്? നമ്മുടെ വെള്ളം നമുക്ക് കിട്ടി. ഇനി പോവാം. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം 5-ലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഗോഡസ് അങ്ങനെ പ്ലാറ്റ്ഫോം 5-ലേക്ക് പോകുവാണ്. പറഞ്ഞ പോലെ ജെഗിങ്സും നമ്മുടെ തന്നെ ഇറക്കുമതിയായ ഒരു പ്രോഡക്റ്റ് കിടക്കുന്നത്. ടിക്കറ്റ് എടുത്ത് നോക്കണം ബെർത്ത് കമ്പാർട്ട്മെന്റും ഏതാണ്. ഇതാ കിടക്കുന്നു നമ്മുടെ ട്രെയിൻ. കിടക്കുന്നു നമ്മുടെ ട്രെയിൻ. ഇനി നമുക്ക് നോക്കണം AC എവിടെയാണ്. ഇതാ കിടക്കുന്നതാണ് നമ്മുടെ ഷടകം. ഇനി AC ഏത് സൈഡാണെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഗോഡസ് ഇപ്പോൾ പറയില്ല. വ്ലോഗിൻ്റെ അവസാനം വരെ കാണുക. ടിക്കറ്റ് ഒന്ന് നോക്കാം, നമുക്ക് ഏത് ബോഗിയാണെന്നുള്ളത്. സോ നമ്മൾ നമ്മുടെ B3 നോക്കി നടക്കുവാണ്. എത്താറായി നമ്മൾ. B3 എത്തി.
AC 3 ടയറിലാണ് യാത്ര ഗോഡസ്. B3 ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെന്റിലോട്ട് കയറും. നമ്മൾ കയറുവാണ് നമ്മുടെ കമ്പാർട്ട്മെന്റ്. AC 3 ടയറാണ്. B322 ആണ്. ആരുമില്ല, ഗോഡസ് മാത്രം. ഒരാള് കയറിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് എത്തി. 3 ടയറില് B3 22 AC ആണ്. കാണാമല്ലോ, ഫുള്ളി ക്ലീൻ ആണ് കമ്പാർട്ട്മെന്റ് ഒക്കെ. പറ്റുവാണെങ്കിൽ ഒരു റീൽ എടുക്കാം, നോക്കാം. സോ ഇതാണ് നമ്മുടെ സീറ്റ്. പക്ഷെ ഇവിടെയാണ് കിടക്കുന്നത്. അതങ്ങനെ ഉള്ളൂ ഗോഡസ്, അങ്ങനെയാണല്ലോ എല്ലാ സോളോ ട്രിപ്പിലും നമുക്ക് അപ്പുറം കിട്ടൂ. സീറ്റ് ഞാൻ കാണിച്ചു തരണ്ട. ഇത് 22. ഇനി ഗോഡസിനുള്ള പണി ഇത് ബെഡ് ഒഴിക്കുക എന്നുള്ളത്. അവർക്ക് സെർവൻസ് ഇല്ലല്ലോ ഇതിനകത്ത്. സോ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിക്കുക. സോ ഞാൻ അത് ചെയ്യട്ടെ, വെയിറ്റ്. അങ്ങനെ ഒരു വിധത്തിൽ നിങ്ങളുടെ ഗോഡസ് ഇതിന്റെ മണ്ടയിൽ കയറി. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നേത്രാവതി 3 ടയർ പോലെ തന്നെ നല്ല ഹൈറ്റ് ഉള്ളതാണ് ഇത്. അമൃത എക്സ്പ്രസിന്റെ അപ്പർ ബർത്ത് കിട്ടിയ. ഓൺലൈനിലാണ് ഗോഡസ് ചെയ്ത് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം ഞാൻ കറക്റ്റ് ടിക്കറ്റ് സെന്ററിൽ പോയ ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് മണ്ടയ്ക്ക് കയറാൻ വയ്യ, അത്രയും ഹൈറ്റ് ഉണ്ട്. തല തട്ടാതെ നോക്കണം. എനിക്കൊരു പണി കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. നാളെ സ്ഥലത്തെത്തിയിട്ട് കാണാം. ബ്ലോഗ് മൊത്തം കാണണം, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് പോകുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. സോ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ബൈ. സ്പോട്ടിലെത്തി കാണാം. സോ ഇത് നമ്മുടെ 3rd ടയർ AC-യുടെ ബാത്റൂമാണ്. അത്യാവശ്യം ടിഷ്യൂ പേപ്പറുണ്ട്, ഞാൻ ഒരു വിധത്തില് നമ്മുടെ ആ സ്വർഗലോകത്തിൽ നിന്ന് ഇറങ്ങി ഇന്ന് വരെ വന്നിന് തിരിച്ച് കയറുന്ന അവസ്ഥ എനിക്കറിയില്ല. ടെറിഫിക് ആണ്. മിഡിലിൽ നമുക്ക് ഏറ്റവും അപ്പുറം കിട്ടിയ പണി മാറി ഡിയേഴ്സ് എന്ന് വേണം കരുതാൻ. എനിക്ക് നേത്രാവതിയിലും ബിറ്റർ എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഞാൻ ഇടാനുള്ളത് ബാക്കി നാളെ പറയാം. ഇതിപ്പോൾ ഒരു 10:30 വേണം. അർദ്ധരാത്രി ഞാൻ ബാത്റൂമിൽ വന്നു. അപ്പോൾ വീഡിയോയിലൂടെ റെക്കോർഡ് ചെയ്തു ബാത്റൂമിന്റെ ഫെസിലിറ്റീസ്. ഹാൻഡ് വാഷും ഉണ്ട്, ഉണ്ട്, ഒരു ഡസ്റ്റ്ബിൻ. അപ്പൊ ശേഷം വിശേഷം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ഇപ്പൊ തന്നെ ട്രെയിനിന്റെ ബോർഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സസ്പെൻസ് പൊളിഞ്ഞു വിട്ടുന്നില്ല. ഇതെല്ലാം അവിടെ എത്തിയിട്ട് കാണാം. ഗുഡ് നൈറ്റ്. ഒഴിക്കാൻ പോലെ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അപ്പർ ബർത്തിൽ നിന്ന് ഞാൻ താഴോട്ട് ഇറങ്ങി വന്ന് പരനിയായപ്പോൾ ഏകദേശം 7 AM ഞാൻ താഴോട്ട് ഇറങ്ങി. നിങ്ങൾക്ക് സീനറി കാണാമല്ലോ. ഇത് വേറെ ആളുടെ ബർത്താണ്. അവിടെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ വന്നിരുന്നു. ഇനി ബ്രഷ് ചെയ്യണം, അതാണ് വെച്ചാൽ എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് കുതിരപ്പുറത്തിരിക്കാൻ പറ്റും ഡിയേഴ്സ്. ഗോഡസിന് എർത്തിൽ ഇറങ്ങിയാലല്ലേ പറ്റൂ. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പർ ബർത്ത് അത്ര ഇഷ്ടമല്ല. നമ്മുടെ ബർത്ത് അവിടെയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വിൻഡോ സൈഡാണ് ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ബുക്ക് ചെയ്യുമ്പോൾ അവരും തരണ്ടേ. സോ ഗോഡസ് രാവിലെ എനിക്ക് തലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു, പല്ല് തേച്ചിട്ട് ബാക്കി പരിപാടി കാണിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊണ്ടുവരുന്ന അടിക്കണം, നോക്കാം. 7 മണിയായപ്പോൾ പളനി എത്തി. നമ്മുടെ 12:45 പറയുന്നത്. 8:30 അവിടെ നിന്ന് കയറിയ ട്രെയിനാണ് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന്. നോക്കാം, ടൈം കീപ്പ് ചെയ്യുന്നുണ്ടോ. എന്തായാലും ഡേ 1ലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡേ 1 ഉച്ചവരെ നമ്മൾ ഈ ട്രെയിൻ ചടകത്തിൽ തന്നെയാണ് അമൃത എക്സ്പ്രസ്സിൽ. പല്ല് വെച്ചിട്ട് കാണാം. അങ്ങനെ നമുക്ക് പളനിയായപ്പോൾ, പഴനി എന്നാണ് ഞാൻ പറയുന്നത്, പക്ഷെ ബോർഡിൽ പളനിയിൽ നിന്നുകൊണ്ടാണ്. നമുക്ക് സാമ്പാറും
പിന്നെ ഇഡ്ഡലി വടയും കിട്ടി. അതിൻ്റെയൊക്കെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഞാൻ കഴിച്ചു കഴിഞ്ഞ് പറയാം. പക്ഷെ ഇതാണ് കിട്ടിയത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് സംഭവം. ഇനി ഞാൻ ഞം തിന്നട്ടെ. കോഫിക്കാരനെ കാണാനില്ല. കോഫിയും കൂടെ വരുമ്പോൾ നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം. തട്ടല തുടക്കാം. ചെടി വെയിറ്റ് 3 ഇഡ്ഡലി ഉണ്ട് ഡിയേഴ്സ്. പിന്നെ ഒരു വട എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ അടുത്ത് സെറ്റായിട്ട് വന്നതുകൊണ്ട് ഞാൻ എടുത്തത്. പിന്നെ എനിക്ക് തോന്നുന്നു സാമ്പാറും ചട്നിയും ആയിരിക്കും. നോക്കാം വെയിറ്റ്. സാമ്പാറും മറ്റേതിൽ ചട്നിയാണ് ഉണ്ടാവും. ചട്നി നമുക്ക് കെട്ടി വെച്ചിട്ട് വടയുടെ എടുത്ത് തിന്നാം. സാമ്പാർ ഇതിൻ്റെ കൂടെ തട്ടാം വെയിറ്റ്. അങ്ങനെ ഞാൻ ഇഡ്ഡലിയുടെ പുറത്ത് സാമ്പാറൊക്കെ എടുത്ത് തട്ടി ഇനി ഞം തിന്നാം. സാമ്പാർ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഇച്ചിരി അടിച്ച് പഴത്തി വെച്ചിരിക്കുന്ന പോലെയുണ്ട്. നിങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ. അതില്ലെങ്കിൽ ഇന്നവാ ഇനി ഞാൻ തന്നില്ല എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വട തിന്നുമ്പോൾ കാണിക്കാം. കോഫി വന്നില്ല, വരട്ടെ. വടയും ചട്നിയും എന്ത് ചട്നി വേണം പറഞ്ഞൂടാ. നോക്കണം. ഇഡ്ഡലിയൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തു ഡിയേഴ്സ്. പുതിന ചട്നിയാണിത്. എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ കഴിക്കാതെ വേറെ ഗതിയില്ലല്ലോ. നമ്മുടെ തേങ്ങാ ചട്നി കേരളത്തിനെ തോപ്പിക്കാനൊന്നുമില്ല. ഇത് ഫിനിഷ് ചെയ്യട്ടെ. ഫിനിഷ് ചെയ്ത് കൈ കഴുകിയിട്ടൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ ഏറെ പ്രതീക്ഷിച്ച കോഫി എത്തി ഡിയേഴ്സ്. കോഫി അതും വന്നത് കുറേ ലേറ്റായിട്ട്. എനിക്ക് അമൃത എക്സ്പ്രസ്സിനെ പറ്റി കണ്ടുപിടിക്കാനുള്ളൊരു കുറ്റം, താഴത്തെ ബെർത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഇവന്മാർ ഓൺലൈനിൽ ഏറ്റവും മണ്ടത്തെ കുതിരപ്പുറം തരും. പിന്നെ കോഫി രാവിലെ കിട്ടൂല. ചായയുടെ ടീംസാണ് ഇങ്ങോട്ട്. പളനി കഴിഞ്ഞ് ഇങ്ങോട്ട് മൊത്തം ചായ. കോഫിക്കാരായ ഗോഡസ് ഒക്കെ എന്ത് ചെയ്യും? നിങ്ങൾ പറയൂ, കമൻറ്റ് ചെയ്യൂ ഡിയേഴ്സ്. നിങ്ങളും കുടിച്ചോ? അപ്പോൾ വ്ളോഗറായ ഗോഡസിൻ്റെ 2 കംപ്ലൈൻറ്റ് കേട്ടല്ലോ. കോഫി സമയത്തിന് വരുന്നില്ല, ചായ 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 എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. താഴത്തെ ബെർത്ത് ഏത് സമയം ഞാൻ എൻ്റെ വ്ളോഗ് ജേർണിക്ക് വേണ്ടി താഴത്തെ സൈഡ് ലോവർ ബെർത്താണ് എൻ്റെ ഫേവററ്റ്. അവരെപ്പോഴും മണ്ട മാളികപ്പുറത്തിൻ്റെ മണ്ടേ തരത്തുള്ളൂ. അതങ്ങനെ നമുക്ക് അടുത്ത തവണ ബുക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിൽ വന്ന് ബുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് എടുക്കാമല്ലോ. പിന്നെ നമുക്ക് ജേർണി എൻജോയ് ചെയ്യണമെങ്കിലും നമ്മളത് ഇവിടെ തന്നെ ഇരിക്കണം. ഇങ്ങനത്തെ സൈഡ് ലോവർ ബെർത്ത് അല്ലെങ്കിൽ മിഡിൽ വിൻഡോ സീറ്റ് തന്നെ കിട്ടണം. എന്നാലാണ് ജേർണി എൻജോയ് ചെയ്ത് പോകാൻ നല്ലത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് ഏറ്റവും ഇഷ്ടം സൈഡ് ലോവർ ഐസിക്കകത്ത്. സൈഡ് അപ്പറും അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ലോവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കിടന്ന് കാഴ്ച കണ്ട് പോകാമല്ലോ. പക്ഷെ അഭാഗ്യവശാൽ ഗോഡസിന് അത് കിട്ടാറില്ല എന്ന് പറഞ്ഞ് നമുക്ക് ട്രാവൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ പോവും. ദാറ്റ്സ് എ സ്പിരിറ്റ്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ ടൈം കിട്ടിയാൽ റീൽ എടുക്കുന്നത്. നടന്നില്ല. അത് 8 നിലയിൽ പൊട്ടി. കാര്യം എന്നാന്ന് കേൾക്ക്. ഒന്നാമത് ഇപ്പോൾ റീൽസ് എവിടെയെങ്കിലുമൊക്കെ എടുത്താൽ ഓരോരുത്തരെന്തോ കൊലപാതകം ചെയ്ത പോലെ ഇഷ്യൂസുമായിട്ട് കൊണ്ടുവരുന്ന കാലഘട്ടം. അറിയാമല്ലോ, നമ്മുടെ പൊതുമാധ്യമങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോൾ അറിയാം. സോ ഞാൻ എന്ത് ചെയ്തത് ആദ്യം കയറി വന്ന് കാണിച്ചപ്പോൾ മുട്ടപ്പറമ്പ് പോലെയാണ് എൻ്റെ AC 3 ടയർ കമ്പാർട്ട്മെൻറ്റ് കിടന്നത്. കണ്ടല്ലോ.
അപ്പോൾ ദേ വരുന്നു കുറേ എണ്ണം. സ്റ്റാൻഡ് ഞാൻ ഫോക്കസ് ചെയ്ത് കമ്പാർട്ട്മെൻറ്റിനകത്ത് എടുക്കാൻ നിന്ന് അപ്പോൾ കുറേ പോർട്ടർ ചേട്ടന്മാർ, ലോഡിങ് ചേട്ടന്മാർ സാമാനങ്ങളും കൊണ്ടുവരുന്നു, ആൾക്കാരുടെ പാസഞ്ചേഴ്സിൻ്റെ യാത്രക്കാർ. ഒരു 8-10 ബയണ്ടുകളും കാർട്ടതും. അത് കഷ്ടകാലത്തിന് ഞാനിരുന്ന എൻ്റെ ആ 22-ൻ്റെ താഴോട്ടാണ് സാധനം വരുന്നത്. അല്ലായിരുന്നു എനിക്ക് 15 മിനിറ്റ് കിട്ടിയാൽ എടുക്കായിരുന്നു. പക്ഷേ എനിക്ക് വിഷയമില്ല, കാരണം അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. ഇത് എൻ്റെ ഒരു പാഷനാണല്ലോ. അപ്പോൾ പാഷന് വേണ്ടി അവരുടെ ഡ്യൂട്ടിയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ബെഡ് ഒഴുക്കിയിട്ട് മണ്ടയ്ക്ക് തന്നെ കയറി. പക്ഷേ സാരമില്ല, നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോകുന്ന പല സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിട്ടും. അതിലല്ലേ കുറച്ചൊരു രസമുള്ളൂ. ട്രെയിനൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. ട്രെയിനകത്ത് ഞാൻ ഇതിന് മുന്നേ റീൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ നമ്മുടെ ലക്ഷ്യം ദീർഘലക്ഷ്യമാണ്. പോകുന്ന സ്ഥലത്തെ വിശേഷങ്ങൾ കവർ ചെയ്യണമെന്നുള്ളതല്ല, ട്രെയിനിൽ എൻഡ് ചെയ്യണമെന്നുള്ളതല്ല. സോ മറ്റുള്ളവർക്ക് നോയ്സൻസ് ഉണ്ടാക്കണ്ടെന്ന് അത്ര പക്വതയോടുകൂടി ചിന്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഗോഡസ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എടുത്തില്ല. പക്ഷെ നമുക്ക് പുറത്ത് അവസരം കിട്ടുമ്പോൾ എടുക്കാം. പുറത്ത് സ്റ്റേ അവിടെയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ എടുക്കാം. അപ്പം ഇന്ന് ഇൻസ്റ്റാക്കാർ എൻ്റെ റീല് രാവിലെ മിസ് ചെയ്യും, കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ മനഃപൂർവ്വം ഡ്രാഫ്റ്റ് ആക്കാത്തത്, കാരണം എന്തായാലും പുതിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പുതിയ ബാഗ് കൊണ്ട് ചെയ്യാമല്ലോ പറ്റുന്നിടത്തോളം. അവിടെ ലിമിറ്റേഷനുണ്ട്. ഈ ചുറികൾ എവിടെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല, കാരണം പലർക്കും ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കേരളമാവട്ടെ, വേറെ കേരളീയരാണല്ലോ നമ്മുടെ ട്രെയിനകത്ത് സഞ്ചരിക്കുന്നത്. സോ എടുക്കാം. അതുമാത്രം നടന്നില്ല, അത് സെറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യും. ഇന്നത്തെ ദിവസം അത് മൺഡേ റീൽസും കണ്ടൻറ്റും ഒരു ഉച്ച വൈകുന്നേരത്തിനകെ വരും മിക്കവാറും. ഇതാണ് ടാസ്ക്. നമുക്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കണമല്ലോ, അതാണ് ഏറ്റവും വലിയ സംഭവം. ലോങ് റണ്ണിൽ മറ്റുള്ളവർ സന്തോഷിക്കണം. നമുക്കതൊരു ചെറിയൊരു വിഷമമാണ്, നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യം നടക്കാത്ത. നോക്കാം, സമയം കിടക്കുമല്ലേ. അങ്ങനെ നമ്മൾ മാമധുരൈ ജംഗ്ഷൻ ഐഡിയാസ് ഇനിയുണ്ട്, 12:45 എത്തും. സോ ഞാൻ നല്ല രീതിയിലൊരു റീൽസ് എടുത്തു, ആളെ ഡിസ്റ്റർബ് ചെയ്യാതെ. ഇത് മണ്ഡപമാണ്. ഈ സ്റ്റേഷന് ശേഷം അടുത്ത മെയിൻ സ്റ്റോപ്പാണ് രാമേശ്വരം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പാമ്പൻ ബ്രിഡ്ജ് വരും. ഞാൻ പാമ്പൻ ബ്രിഡ്ജ് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇതിനകത്തിൽ കൂടെയും പുറത്തിൽ കൂടെയും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ, മാക്സിമം കവർ ചെയ്യാം. അതിൻ്റെ മേളിൽ കൂടെയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ട്രെയിനിനകത്ത് വെച്ച് തന്നെ ഞാനൊരു റീൽ എടുത്തു. അതായത് പാസഞ്ചേഴ്സ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ സമയം ഞാൻ ഒരെണ്ണം എടുത്തു, അവർക്ക് ന്യൂസൻസ് ഉണ്ടാക്കാതെ. അവരിരുന്നാലും എനിക്ക് എടുക്കാം, പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, ചില പഴയ ആൻറ്റിമാരൊക്കെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ എടുക്കാത്തതാണ്. എനിക്ക് കോൺഫ്ലിക്ട്സ് ഇഷ്ടമല്ല, ആരും എന്നെ ചൊറിയാൻ വരുന്നതൊന്നും. സോ ഇത് നമ്മൾ പാമ്പൻ ബ്രിഡ്ജിൻ്റെ ഇതെടുക്കാൻ വേണ്ടി അവിടെ നല്ല ഇടിയായിരുന്നു. ആ AC-യുടെ ഗ്ലാസ്സിൽ കൂടെ കാണാം, പക്ഷേ കവർ ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഡോറിൻ്റെ പരിസരത്താണ് വന്നത്, എല്ലാം മലയാളീസായിരുന്നു. സോ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക, മണ്ഡപം കഴിഞ്ഞ് പാമ്പൻ പാലം വരും. അങ്ങനെ കുറേ കാടും മേടും കഴിഞ്ഞ് ദേ എത്തി. സംഭവം ഞാൻ കാണിച്ചു തരാം. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാമ്പൻ പാലത്തിൻ്റെ ആ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാൻഡ് ഷൂട്ടിങ്ങും കാര്യങ്ങളും വീഡിയോസുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. റോഡിൽ കൂടെ പോകുന്ന ഹൈവേയുടെ പാമ്പൻ ബ്രിഡ്ജ് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഞാൻ അടുത്ത വ്ളോഗുകളിൽ വേറെ ഇൻട്രസ്റ്റിംഗ് കാഴ്ചകൾ കാണിക്കുമല്ലോ, അന്നേരം നിങ്ങൾക്കതിൽ കിട്ടുവാണെങ്കിൽ കിട്ടി. അപ്പോൾ പാമ്പൻ ബ്രിഡ്ജ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് വ്ളോഗ് മൊത്തം കാണാതിരിക്കരുത്. നല്ല കാറ്റുമുണ്ട്. മൊബൈൽ ശരിക്കും പിടിച്ചില്ലെങ്കിൽ പറഞ്ഞു പോയി. അല്ല, ഞാൻ എനിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്.
അങ്ങനെ നിങ്ങളുടെ ഗോഡസ് അതിമനോഹരമായി പാമ്പൻ ബ്രിഡ്ജ് എടുത്തു. ഓൺ റെയിൽ എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പുറത്ത് നല്ല വെള്ളം കംപ്ലീറ്റ് എടുത്തു. ഈ വെള്ളങ്ങളൊന്നും ആരും ഇന്നേവരെ വ്ളോഗേഴ്സ് എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പുറത്തെ ട്രാക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത്. സോ അതിൽ നമ്മൾ യുണീക്ക് ഇത് എടുത്തുകൊണ്ട് നിന്നപ്പോൾ അതിനിടയ്ക്ക് രണ്ടവന്മാർ അവിടെ വന്ന് ഇരിക്കണം അവർക്ക്. ഞാൻ വെച്ചെടുത്ത് ചാടാൻ പോകുന്നു. എന്നെ എടുക്കാനും സമ്മതിച്ചുമില്ല. മാഡം ഞാനും എടുക്കുന്നു. ഞാൻ പറഞ്ഞു എടുക്കുന്നെങ്കിൽ അവിടെ ഇരുന്ന് എടുക്കൂ, അല്ലാതെ ഞാൻ നിൽക്കുന്നതിന് മുന്നേ വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തോന്ന് എടുക്കാൻ പറ്റും? എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എടുക്കണ്ടേ? അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ്. നിങ്ങളെ ട്രെയിനിൽ പോകുമ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. റോഡിൽ കൂടെ പോകുന്നവന് ഇത്ര എക്സ്പീരിയൻസ് കിട്ടൂല. അവിടെ ഉണ്ട് പാലം ഹൈവേയുടെ മേളിൽ, പക്ഷേ ഇതൊരു കിഡിലെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ കൊണ്ടുപോയി. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും. ബാക്കി ഞാൻ അടുത്ത വ്ളോഗ് ടു ബി കണ്ടിന്യൂഡ് ആണ്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ എന്തോന്നാണ്, സ്കിപ്പ് അടിക്കാതെ അടുത്ത വ്ളോഗിനെ കാത്തിരിക്കുക. ടു ബി കണ്ടിന്യൂഡ്. ബൈ, ലവ് യു ഓൾ. ഹായ് ഡിയേഴ്സ്, അങ്ങനെ ഞാൻ രാമേശ്വരം എത്തി. നിങ്ങളുടെ ഗോഡസ് കാത്തിരുന്ന് രാമേശ്വരം എത്തി. നമ്മൾ വന്ന ഷടകം കിടക്കുന്നു. അപ്പം ഇനി ഞാൻ ബാക്കി ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള വഴികൾ നോക്കട്ടെ. കമോൺ, നിങ്ങളും വരും.